നമ്മൾ ഇപ്പോൾ കൊള്ളുന്ന കാറ്റിന്റെയും തണുപ്പിന്റെയും അത് പൂർവികരായ ആളുകൾ നമുക്ക് വേണ്ടി ത്യജിച്ച പല ത്യാഗങ്ങളുടെ ഫലമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ അനുഭവിക്കുന്ന ഇതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത് പോലെ നാളെ വരും ഭാവിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രണ്ടാളുകളെയെങ്കിലും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ MSMന്റെ പ്രവർത്തകരായി നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ, നിങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ സജീവരായിക്കൊണ്ട് സിയാറികളും ഹിറാ വിചാര വീടുകളും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് ഈ ലോകത്തോട് ആ വിദ്യാർത്ഥി വിട പറഞ്ഞപ്പോ ആ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ, യുവാക്കൾ, ആ വിദ്യാർത്ഥി ഒരു കൂട്ടുകാരും ഒന്നിച്ച് കുളിക്കാൻ ഇറങ്ങിയ വേളയിൽ കുളത്തിൽ വെച്ച് മുങ്ങി ഹോസ്പിറ്റലുകളിൽ 3-4 ദിവസം കിടന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഈ ലോകത്തോട് ആ വിദ്യാർത്ഥി വിട പറഞ്ഞപ്പോ ആ സമയം രാത്രി 1 മണിയോടടുത്താണ്. 1 മണിയോടടുത്ത് മരണവാർത്ത അറിയുമ്പോൾ ആ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ, യുവാക്കൾ, പിറ്റേന്ന് ആ വിദ്യാർത്ഥിയുടെ ജനാസ നമസ്കരിക്കുവാൻ മഹല്ല് പള്ളിയിൽ 3 നിലകളിലുള്ള മഹല്ല് പള്ളിയിൽ 3 തവണ നമസ്കരിച്ചിട്ടും മതിയാവാത്തത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അഫ്ലഹായിരുന്നു അത് എന്നുള്ളതാണ്. അവനത്രമേൽ ആളുകൾ ജനാസ നമസ്കരിക്കുവാൻ ഓടിയെത്തിയത് അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അവൻ ചെലുത്തിയ സ്വാധീനമായിരുന്നു, അവനെത്തിച്ച നന്മകളായിരുന്നു. തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് MSMന്റെ പ്രവർത്തകനായി തുടങ്ങി, ശാഖയിലും മണ്ഡലത്തിലും MSMന്റെ പ്രവർത്തകനായി ഹിറാ വിചാര വീട് സംഘടിപ്പിച്ച്, സിയാറുകൾ സംഘടിപ്പിച്ച്, MSMന്റെ ഹൈസക്കുകളിലേക്ക് കൂട്ടുകാരെ കൊണ്ടുവന്ന് നമസ്കരിക്കാത്ത എത്രയോ കൂട്ടുകാരികൾ അവന്റെ ക്ഷണപ്രകാരം വന്ന പരിപാടികൾ പങ്കെടുത്തതിന് ശേഷം നമസ്കരിക്കുന്നവരായി, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി മാറി. അങ്ങനെ അവനിലൂടെ നന്മയാർജിച്ച വിദ്യാർത്ഥിനികളായിരുന്നു അവന് വേണ്ടി ജനാസ നമസ്കരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസത്ത് അവിടങ്ങളിൽ നമ്മൾ ഉയർന്ന മാർക്കുകൾ വാങ്ങണം, A+ വാങ്ങണം. എന്നാൽ ആ A+ ഏതെങ്കിലും ജീവിതത്തിന്റെ വഴിയിൽ കളഞ്ഞു കുളിക്കുവാനുള്ളതല്ല എന്ന ബോധം നമുക്കുണ്ടാകണം. അതോടൊപ്പം ആ A+കളുടെ കനം നോക്കാത്ത ഒരു യാത്ര നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. അതിന് പ്രായത്തിന്റെ വ്യത്യാസമില്ല. ഏത് പ്രായത്തിലുള്ള ആളുകളും ആ മരണത്തിന് ഉത്തരം നൽകേണ്ടി വരും. പിറന്ന് ജനിച്ച കുഞ്ഞു മുതൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ട് ബെഡിൽ കിടന്ന് മരണപ്പെടുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, വായിക്കാറുണ്ട്. ഇവിടങ്ങളിലെല്ലാം നമുക്കും ഈ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഹൈസക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വസ്ത്രം അണിഞ്ഞത് നമ്മളാണ് എങ്കിൽ ഈ വസ്ത്രം അഴിച്ചു വെക്കാൻ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടാകുമോ, ജീവന്റെ തുടിപ്പുണ്ടാകുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അങ്ങനെ ഉറപ്പില്ലാത്തൊരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, ആ ജീവിതത്തിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ഒരു ജീവിതമുണ്ട്, ബർസഖുണ്ട്. ആ ബർസഖിന്റെ ലോകത്ത് ഒരു ഇടുക്കമുണ്ട്, അവിടെ ചോദ്യങ്ങളുണ്ട്, അവിടെ ഉത്തരങ്ങളുണ്ട്, അതിനുശേഷം വിചാരണയുണ്ട്, പരലോകമുണ്ട്. ഇവിടങ്ങളിലെല്ലാം വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ മാതാപിതാക്കളുടെ സ്വപ്നത്തിന് ചിറകുകൾ വെച്ച് കൊടുക്കുന്ന മക്കളായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ഈ നന്മ നിങ്ങളുടെ നാടുകളിലേക്ക് പകരണം, നിങ്ങളുടെ യൂണിറ്റുകളിലേക്ക് പകരണം, നിങ്ങളുടെ സ്കൂളുകളിലേക്ക് പകരണം. അവിടങ്ങളിൽ വിദ്യാർത്ഥികളെ കൂട്ടിപ്പിടിച്ച് സിയാറുകളും ഹിറാ വിചാര വീടുകളും തുടങ്ങി അവിടങ്ങളിൽ നന്മയുടെ വാഹകരായി നന്മയുടെ സന്ദേശം എത്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മൾ ഇപ്പോൾ കൊള്ളുന്ന കാറ്റിന്റെയും തണുപ്പിന്റെയും അത് പൂർവികരായ ആളുകൾ നമുക്ക് വേണ്ടി ത്യജിച്ച പല ത്യാഗങ്ങളുടെ ഫലമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഈ അനുഭവിക്കുന്ന
ഇതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത് പോലെ നാളെ വരും ഭാവിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ 2 ആളുകളെയെങ്കിലും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ MSMന്റെ പ്രവർത്തകരായി നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ, നിങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ സജീവരായിക്കൊണ്ട് സിയാറികളും ഹിറാവിചാര വീടുകളും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളോട് നൽകുവാനുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള ദുഷ്പ്രവണതകളും ദുഷ്പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടങ്ങളിൽ നിന്നെല്ലാമുള്ള ഒരു തടസ്സമാണ്, ഒരു തടയണയാണ് യഥാർത്ഥത്തിൽ MSM എന്നുള്ളത്. നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലായാലും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലായാലും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായാലും, ഇനി സ്കൂൾ ജീവിതം കഴിഞ്ഞ് ബിരുദ പഠനത്തിനും ബിരുദാനന്തര പഠനത്തിനും പോകുന്ന സമയങ്ങളിലും അവിടങ്ങളിലും കലാലയങ്ങളിൽ ധാർമ്മികതയുടെ വാഹകരായി, MSMന്റെ സന്ദേശവാഹകരായി നിങ്ങൾ മാറണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. യഥാർത്ഥമായ തൗഹീദ്, കളങ്കമില്ലാത്ത തൗഹീദ്, ഒരു നിലക്കും സംശയമില്ലാത്ത തൗഹീദ്, ശിർക്കിനെ ശിർക്കായി കാണുവാനും തൗഹീദിനെ ആർജവത്തോടെ പ്രഖ്യാപിക്കുവാനും കഴിയുന്ന ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. സുന്നത്തിനെ അനുധാവനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജീവിതകാലത്ത് ജീവിച്ച് തീർക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന